കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് രാഷ്ട്രം ഇതുവരെ കരകയറിയിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഈ തീവ്രവാദ ആക്രമണം, ഭീകരാക്രമണം എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമല്ല. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്, 1980 തൊട്ട് 85 വരെയുള്ള ആ സമയത്താണ് ഇതുപോലുള്ള തീവ്രവാദ ആക്രമണങ്ങളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് പഞ്ചാബിൽ ഖാലിസ്ഥാൻ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് സിഖ് തീവ്രവാദികളാണ് ഇത് തുടങ്ങി വെച്ചത്. അത് അവരുടെ ജീവനെടുക്കുന്നതിൽ ചെന്ന് അവസാനിച്ചു. അതിനുശേഷവും നിരവധി ആക്രമണങ്ങളുണ്ടായി. ബസ് തട്ടിക്കൊണ്ടുപോയി എല്ലാ യാത്രക്കാരെയും വെടിവെച്ച് കൊല്ലുക, അതല്ലെങ്കിൽ ബാങ്കുകൾ കൊള്ളയടിക്കുക, നിരപരാധികളെ അനിയന്ത്രിതമായി അകാരണമായി വധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപ പരിപാടികൾ അവർ ആവിഷ്കരിച്ച് നിർമ്മിക്കുക. പിന്നീട് അവിടെ നിന്ന് തമിഴ് തീവ്രവാദികൾ നേരിടുന്നു. ശ്രീലങ്കയിൽ തമിഴ് പുലികൾ എന്ന് പറഞ്ഞു, വിടുതലൈ പുലികൾ, അവരുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള അതിക്രമങ്ങളുണ്ടായി. അത് ഇന്ത്യയിലേക്ക് വ്യാപിച്ചു. അതിൻ്റെ ഒരു രക്തസാക്ഷിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. പിന്നീട് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന സമയത്തും ഇതുപോലുള്ള നിരവധി സംഭവങ്ങളുണ്ടായി. അന്നാണ് മുംബൈ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുതൽക്ക് പലയിടങ്ങളിലും ഒരേ ദിവസം നടന്ന ഭയങ്കരമായ സ്ഫോടനങ്ങൾ. അതേ തുടർന്ന് രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല തവണ ഇതുപോലുള്ള ആക്രമണങ്ങളുണ്ടായി. ഡൽഹിയിൽ, ബോംബെയിൽ, അഹമ്മദാബാദിൽ, ഹൈദരാബാദിൽ, ഗുവാഹട്ടിയിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായി. അത് വാജ്പേയിയുടെ സമയത്തുണ്ടായി, പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് ആവർത്തിച്ചു. അതിലേറ്റവും ഒടുവിലത്തെ ഒരു അധ്യായം എന്ന് പറയാവുന്നതാണ് മുംബൈ ഭീകരാക്രമണം. പാകിസ്ഥാനിൽ നിന്ന് 10 തോക്കുധാരികൾ ഇവിടെ വരികയും ട്രൈഡൻ്റ് ഹോട്ടലിലും ഛത്രപതി ശിവജി ടെർമിനസിലും താജ്മഹൽ ഹോട്ടലിലും കണ്ണിൽ കണ്ട ആളുകളെ മുഴുവൻ വെടിവെച്ചു കൊന്ന് രാജ്യത്തെ പിടിച്ചു കുലുക്കിയ വലിയ തീവ്രവാദ ആക്രമണം. അതിനുശേഷം പൂനെയിലുണ്ടായ ജർമ്മൻ ബേക്കറിയിലെ ആക്രമണം. അതിനുശേഷമാണ് പിന്നീട് കുറക്കാലത്തേക്ക് ഇത് താരതമ്യേന കുറഞ്ഞത്. അതിനുശേഷം തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നല്ല, എന്നാലും 60, 70, 80, 90 പേർ മരിക്കുന്ന ഭയാനകമായ ആക്രമണം, അല്ലെങ്കിൽ മുംബൈയിലുണ്ടായ പോലെ 100, 150 പേർ, 170 പേർ മരിക്കുന്ന പോലുള്ള ആക്രമണങ്ങൾ പിന്നീട് ഉണ്ടായില്ല. അതിൻ്റെ ഒരു കാരണം UPA സർക്കാരിൽ ശിവരാജ് പാട്ടീൽ മാറി പി ചിദംബരം ആഭ്യന്തരമന്ത്രി വന്നതിന് ശേഷമാണ്. ചിദംബരമാണ് സത്യത്തിൽ ഈ തീവ്രവാദികളെ ഭരിക്കുന്നതിലും ഒതുക്കുന്നതിലും അവരെ മൂലക്കാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത്. അതിപ്പോൾ കോൺഗ്രസ്സുകാർ പോലും ഏറ്റുപറയുകയില്ല എങ്കിൽ പോലും അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പല തീവ്രവാദികൾക്കും ചിദംബരത്തോട് തീർത്താൽ തീരാത്ത കലിയാണ്. അത് വേറെ കഥ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ചിദംബരത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നു, കുറെ കൂടി ഫലപ്രദമായ രീതിയിൽ ഇവരെ നേരിടാൻ തുടങ്ങി. UAPA മുതലായ നിയമങ്ങൾ ഉണ്ടായത് അതിൻ്റെ കാർക്കശ്യം വർദ്ധിപ്പിച്ചു. തീവ്രവാദികളായി ജയിലിൽ പോകുന്നവർക്ക് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ പലത് പറഞ്ഞ് വിലപിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇതുപോലുള്ള നിയമങ്ങളൊക്കെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാനായിട്ട് വളരെ അനിവാര്യമാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിന് പല പരിമിതികളുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ജനാധിപത്യമൊന്നും ഇന്ത്യ പോലത്തെ പ്രാകൃതമായ രാജ്യത്ത് നടപ്പാക്കിയില്ല. ഇവിടെ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ സ്ഥലത്ത് പലപ്പോഴും പോലീസ് സ്റ്റേറ്റ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ചിദംബരം ഇങ്ങനെ നിയമം ഉണ്ടാക്കിയത്. നരേന്ദ്രമോദി അതിൻ്റെ കാർക്കശ്യം വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ നിയമത്തിൻ്റെയും പിന്നെ ഫലപ്രദമായ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 14 കൊല്ലത്തോളമായിട്ട് വലിയ സ്ഫോടനങ്ങൾ, വലിയ അപകടങ്ങൾ കൂടാതെ ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ആ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. ഉറിയിലുണ്ടായ ഭീകരാക്രമണം അത് സൈനിക കേന്ദ്രത്തിന് നേരെയാണ്. പുൽവാമയിലുണ്ടായ ആക്രമണം അതും CRPF ജവാന്മാരുടെ നേരെയാണ്. അതിൽ നിന്നുള്ളൊരു വ്യതിയാനമായിട്ടാണ് സമീപകാലത്ത് പഹൽഗാമിൽ നടന്നുള്ള ആക്രമണം. പഹൽഗാമിൽ സിവിലിയന്മാർക്ക് നേരെയാണ്, സാധാരണക്കാർ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അപ്പോഴും അത് കാശ്മീരിലായിരുന്നു. കാശ്മീരിന് പുറത്ത് പഴയ പോലെ ആക്രമണങ്ങൾ നടന്നിരുന്നില്ല. പണ്ട് ഡൽഹിയിലും ബോംബെയിലും അഹമ്മദാബാദിലൊക്കെ നടന്ന പോലെയുള്ള ആക്രമണങ്ങൾ കുറേ കാലമായി, കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട് ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ നടന്നിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യതിയാനം ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഡൽഹിയിലെ ഒരു ജനവാസ കേന്ദ്രത്തിൽ വളരെ തിരക്കേറിയ സ്ഥലത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടാവും. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഇൻ്റലിജൻസുകാർ ഈ തീവ്രവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട 3-4 പേര്, അധികം പേര് ഡോക്ടർമാരാണ്,
അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതേ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ കാറിൽ ബോംബ് വെച്ച് ചാവേറായി പൊട്ടിത്തെറിച്ച് അയാൾ മരിച്ചു. കൂടെ തന്നെ ഏതാനും നിരപരാധികളെയും വധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് രാജ്യം ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ഇവരെ ഒറ്റപ്പെടുത്തുകയും അവർ യാതൊരു ദയയും ദാക്ഷിണ്യവും കൂടാതെ ശിക്ഷിക്കുകയും ചെയ്യണം. അല്ലാതെ യാതൊരു നിവൃത്തിയും ഉണ്ടാകില്ല. കാരണം നിരപരാധികളായ ആളുകൾ മരിക്കുന്നു. അവരെ ന്യായീകരിക്കുക, ഈ കൊലപാതകളെ ന്യായീകരിക്കാനും ഇത് ഇവരെല്ലാം വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്ത് എന്ന രീതിയിലുള്ള ഊഹമോഹങ്ങൾ, കിംവദന്തികൾ പരത്താനുള്ള ശ്രമം സ്ഫോടനം ഉണ്ടായ ആ നിമിഷത്തിൽ തന്നെ നടന്നു. ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ടി ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ആരോ ചെയ്ത അതിക്രമമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ഉണ്ടാകും. അപ്പോൾ ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആരൊക്കെയാണ് പ്രതികളെന്നും ആരൊക്കെയാണ് കുറ്റവാളികളെന്നും ഇതിനകത്ത് തന്നെ സാമാന്യം എല്ലാ ആളുകൾക്കും മനസ്സിലായി. അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല, മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇതിൻ്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത്, ഏത് തരത്തിൽപ്പെട്ട തീവ്രവാദികളാണ്, അവരുടെ ഉദ്ദേശം എന്താണ്. ഇതൊക്കെ വളരെ സ്പഷ്ടമാണ്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ ഇതുപോലുള്ള അതിക്രമങ്ങൾ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ബോംബെയിൽ ഈ ഡൽഹി സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടടുത്ത സമയത്താണ് ഇസ്ലാമാബാദിൽ ഇതുപോലുള്ള സ്ഫോടനം നടന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളൊന്നും തന്നെയാണ്. മാത്രമല്ല, സമീപകാലത്തായിട്ട് ബംഗ്ലാദേശ് വഴിയുള്ള തീവ്രവാദ പ്രവർത്തനവും ശക്തിപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് കുറേ തീവ്രവാദികൾ ബംഗ്ലാദേശിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന എളുപ്പമില്ലാത്തതുകൊണ്ട് ബംഗ്ലാദേശ് വഴി അല്ലെങ്കിൽ നേപ്പാൾ വഴി ഇന്ത്യയിൽ വന്ന് ഇവിടെ കലാപം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർക്ക് ചൂട്ടുപിടിക്കുന്ന ചില ശക്തികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതില്ല എന്ന് നമ്മൾ ധരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവർക്ക് പിന്തുണ കൊടുക്കാൻ ചില മാധ്യമങ്ങളും ചില ടെലിവിഷൻ ചാനലുകളും വരെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്നെനിക്കറിയാം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിതാന്തമായ ജാഗ്രത ഉണ്ടാകണം. അതുപോലെ പൗരന്മാരുടെ നമ്മളെ ഭാഗത്തും വലിയ ജാഗ്രത ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും, അത് വളരെ വളരെ ദുഷ്കരമായിരിക്കും എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ അത്യാഹിതത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യും.